Good morning and good evening. How are you everybody? നിങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നു. പ്രഭാതവന്ദനം, സന്ധ്യാവന്ദനം. How are you everybody? I hope all of you are doing well. നിങ്ങൾ കയറാൻ പോകുന്ന പുതിയ വർഷം ഒരു അസാധാരണ ദൈവപ്രവൃത്തി നിങ്ങളെ കൊണ്ട് ചെയ്യിക്കാൻ പോവുകയാണ്. The new year you are about to step into, God is going to do something new through you. പല കലങ്ങി മറിയുന്ന പ്രശ്നങ്ങൾ പൊങ്ങി വരും. Many troublesome situations will arise. അത് എല്ലാ മേഖലയിലും ഉണ്ടാകും. It will be in every aspect. അത് ഭൂമിയിലും ആകാശത്തിലും ഉണ്ടാകും. It will be in the skies and upon the earth. ആമേൻ. അത് നിങ്ങളിൽ ഉണ്ടാകും. It will happen in you as well. ഒരു കാര്യം ഉറപ്പാണ്. One thing is for sure. ദൈവത്തിന്റെ പദ്ധതി ഫുൾഫിൽ ചെയ്യാൻ പോകും. God's plans are about to be fulfilled. The unshakable love of the Father. കുലുക്കമില്ലാത്ത പിതാവിന്റെ സ്നേഹം. യേശുവിന് ഒരിക്കലും ആമേൻ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിനകത്ത് ഇളക്കമില്ല. ആമേൻ കുലുങ്ങി പോകത്തില്ല. There is no shaking in the love that God expressed in the love that Jesus showed on the cross. അവന്റെ വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്നാണ്. If he says yes, it is yes for sure. ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. If he says no, that means it's a no. 1 John chapter 3 verse 1 പറയുന്നു, 1 യോഹന്നാൻ 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. Behold, what manner of love the Father has bestowed on us, that we should be called children of God. Every person on earth is searching for love. ഭൂമിയിലുള്ള സകലരും സ്നേഹത്തിനെ അന്വേഷിക്കുകയും തേടുകയാണ്. Real unconditional love. യാഥാർത്ഥ്യമായതും ഒരു വ്യവസ്ഥകളും കൂടാത്ത സ്നേഹത്തെ അന്വേഷിക്കുകയാണ്. അവൻ എല്ലാവർക്കും വേണ്ടിയത് വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കണം. Everyone needs an unconditional love. എന്നാൽ ചിലരുടെ സ്നേഹം കണ്ടീഷന്റെ പുറത്താണ്. But some of them loves people based on some conditions. എന്റെ കർത്താവ് വ്യവസ്ഥകളില്ലാതെ നമ്മെ സ്നേഹിച്ചു. But our Lord loves us without any conditions. എങ്ങനെയാ കർത്താവ് നമ്മെ സ്നേഹിച്ചത്? How did our Lord love us? ആമേൻ. തന്റെ ജീവൻ തന്ന് അവൻ നമ്മെ സ്നേഹിച്ചു. He loved us by sacrificing himself, by giving his life for us. The unshakable love of the Father. ഇതാണ് കുലുക്കമില്ലാത്ത പിതാവിന്റെ സ്നേഹം. ഈ സ്നേഹത്തിന്റെ പുറകെ നാം പിൻഗമിക്കണം. We should follow this love of the Father. കർത്താവ് സ്നേഹം പ്രൂവ് ചെയ്തു. And God proved the love he had. കാൽവറി ക്രൂശിന്റെ മുൻപിൽ ക്ഷയിക്കാതെ നിന്ന ഒന്നാണ് യേശുവിന്റെ സ്നേഹം. In the face of the cross, the love of Christ didn't fade away. അത് നമ്മളെ നേടാൻ വേണ്ടി യേശു കഷ്ടം സഹിച്ചു. For to gain us, the Lord suffered on the cross. ഒരു മനുഷ്യ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ ആവശ്യകത പിതാവിന്റെ സ്നേഹത്താൽ മാത്രമേ തികയ്ക്കാൻ കഴിയൂ. The greatest need of the human heart can be met by the love of the Father. ഭൂരിഭാഗം ജനങ്ങൾ ദൈവത്തെ സൃഷ്ടാവും ജഡ്ജായും ഒക്കെയാണ് കാണുന്നത്. Many consider God to be a creator or a judge. വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ദൈവത്തെ പിതാവായി അറിയുവാൻ കഴിയുന്നുള്ളൂ. But only a few came to know God as their beloved Father. അവൻ കർത്താവ് ദൈവം നമ്മുടെ ആരാണ്? Who is God to us? അവൻ നമ്മുടെ പിതാവാണ്. He is our Father. ആ സ്നേഹം ഒരിക്കലും മാറുകയില്ല. That love is unchanging. ആ സ്നേഹത്തിൽ നമ്മെ അകറ്റാൻ പറ്റുകയില്ല. Nothing can separate us from this love. കാരണം തന്റെ ജീവൻ തന്ന് നമ്മെ വീണ്ടെടുത്തു. The reason being he gave his own life to redeem us. യേശു നമ്മെ ജീവൻ തന്ന് സ്നേഹിച്ചതുപോലെ just like Jesus gave his own life and loved us, നമ്മുടെ ജീവൻ കൊടുത്ത് യേശുവിനെ സ്നേഹിക്കണം. we should also offer our lives to love the Lord. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. I'm about to pray for you. ഈ പുതിയ വർഷം, this new year, ഒരു unshakable love ആമേൻ
ഫാദർലി ലവ് നമുക്കുണ്ടാകണം. We should all have the love of the Father which is unshakable in our lives. ഞങ്ങളുടെ കർത്താവേ, Our Lord. ഈ ആമേൻ ലൈവിൽ വന്നിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. Lord, I pray for all those who are watching me online. ആമേൻ ഈ സൂമിൽ വന്നിരിക്കുന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. Lord, I pray for all those who are watching me through Zoom. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. Oh Lord, bless everyone. ഒരു വലിയ ചലനം ഈ ജനത്തിന്റെ മേൽ ഇടണമേ. Oh, may there be a great move upon these people. ദൈവത്തിന്റെ മഹിമ ഇറങ്ങണമേ. Oh, may the glory of God descend upon them. അങ്ങ് അത്ഭുതം ചെയ്യണമേ. Oh Lord, do a miracle. അങ്ങയുടെ മഹിമ ഇറങ്ങിയാട്ടെ. May your glory descend upon them. ജനത്തെ അനുഗ്രഹിക്കുന്നു. Lord, bless these people. യേശുവിൻ നാമത്തിൽ തന്നെ. In Jesus' name, amen. God bless you. Love you. ആമേൻ. ഈ 11 മുതൽ 21 ഡേയ്സ് ഫാസ്റ്റിംഗ് ചർച്ചിൽ നടക്കുന്നു. അപ്പോൾ തന്നെ 3 ദിവസം ഒരു ഫാമിലി കോൺഫറൻസ് നടക്കുന്നു. അപ്പോൾ തന്നെ 27 ഡിസംബർ യൂത്ത് കോൺഫറൻസ് നടക്കുന്നു. പുതിയ വർഷത്തേക്ക് നിങ്ങളുടെ ജീവിതം ആത്മാവിൽ മാറി മറിഞ്ഞ് പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കാൻ ദൈവം സഹായിക്കും. ഈ മീറ്റിങ്ങിനെല്ലാം വരിക, ഓർത്ത് പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. From the 11th of this month, we'll be having our fasting prayers, and there is a family conference that's happening from the 23rd till the 25th of this month. And also on the 27th, we'll be having a special youth event. God bless you. I hope all of you will attend the meetings. Amen.